അപ്രതീക്ഷിതമായി പൊലിഞ്ഞ വിപ്ലവ നക്ഷത്രം AV റസലിന് നിറ കണ്ണുകളോടെയാണ് നാട് വിട നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആയിരങ്ങൾ സാക്ഷിയായി വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. മകൾ ചാരുലതയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഞ്ഞിലമൂട്ടിൽ വീട്ടുമുറ്റത്തേക്ക് ഞായറാഴ്ചയും ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് ശനിയാഴ്ച രാവിലെ 9ഓടെയാണ് റസലിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. വെള്ളിയാഴ്ച അവിടേക്ക് പോയ മന്ത്രി VN വാസവനും സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാറും ഓഫീസ് ചുമതലയുള്ള ജില്ലാ കമ്മിറ്റി അംഗം KP പ്രശാന്തും ഒപ്പമുണ്ടായിരുന്നു. ഇവരുടെ കരങ്ങളിലൂടെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ, ജോബ് മൈക്കിൾ MLA, കോട്ടയത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു. പിന്നീട് കർമ്മ കേന്ദ്രമായ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. റസലിനെ ഇടതുപക്ഷ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൈപിടിച്ചെത്തിച്ച മുതിർന്ന നേതാവ് വൈക്കം വിശ്വനും മറ്റ് നേതാക്കളും ഏറെ മുമ്പേ തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈക്കം വിശ്വൻ റസലിന് അന്ത്യാഭിവാദ്യം ഏകിയപ്പോൾ ഹാളും പരിസരവും കൂടെ കരയുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ റസലിന് മരണമില്ല എന്ന് മുദ്രാവാക്യം മുഴങ്ങിയപ്പോൾ ആയിരങ്ങൾ കടലിരമ്പം പോലെ ഏറ്റുചൊല്ലുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തുകയിട്ടുണ്ടായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി VN വാസവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ PK ബിജു, KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. തുടർന്ന് ചങ്ങനാശ്ശേരി AC ഓഫീസിൽ പൊതുദർശനമായിരുന്നു. പിന്നീട് തെങ്ങണയിൽ ആഞ്ഞിലമൂട്ടിൽ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. 2 ദിവസങ്ങളിലായി മന്ത്രിമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, മതസാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. AV റസൽ അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായത്.